അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളെ ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണൻ ഭയങ്കര കുരുത്തക്കേടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. ആളിപ്പോൾ എൻ്റെ മേക്കപ്പ് സാധനത്തിലാണ് ആളുടെ കൈ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വെച്ചാലും ആളത് എടുക്കും, അതാണ് ആളുടെ മെയിൻ പരിപാടി. കണ്ണടവക്ക്, ഏയ് അടവക്ക്, എൻ്റെ ഇങ്ങോട്ട് വാ, അമ്മ എടുത്ത് വാ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ തമിഴായിട്ട് കണ്ട പോലെ ഇന്ന് ഫെബ്രുവരി 23 കണ്ണൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ പേര് പിറന്നാൾ, അതായത് നക്ഷത്രമൊക്കെ നോക്കിയിട്ട് കഴിക്കുന്ന കാണാം, ആഘോഷിക്കുന്ന കാണാം. പക്ഷെ നമ്മളധികം ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മൾ പണ്ട് അങ്ങനെയാണ്, ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം നോക്കിയിട്ടാണ് ആഘോഷിക്കുന്നത്. നക്ഷത്രമൊന്നും നമ്മളങ്ങനെ നോക്കല്ല കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മളും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മൂമ്മയും പിന്നെ താഴെന്ന് വേണാമനും അമ്മൂമ്മയും അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 3ാം പിറന്നാളല്ലേ, നമ്മൾ 1ാം പിറന്നാളാണ് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഒരു നിർബന്ധമാണ്, എനിക്ക് എന്തെങ്കിലും ആയിട്ട് ചെയ്യണമെന്ന് എൻ്റെ ഒരു നിർബന്ധമാണ്. ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും കണ്ണൻ്റെ പിറന്നാൾ കഴിക്കണമെന്ന്. കാരണം നമ്മളന്ന് കുഞ്ഞായിരുന്ന സമയത്തൊന്നും നമ്മുടെ പിറന്നാളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ കഴിക്കണമെന്ന്. പണ്ടൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ കേക്കൊക്കെ മുറിക്കണമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സുണ്ടാകുമ്പോഴാണ് എൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ചത് കേട്ടോ. ഇപ്പം 24 വയസ്സായി, 25 പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെയൊക്കെ പിറന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ എനിക്ക് വലിയ എൻ്റെ പിറന്നാൾ ആഘോഷിക്കണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല, എന്നാലും കണ്ണൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ചിക്കുട്ടൻ്റെ പിറന്നാൾ. അപ്പോൾ ഇപ്പോൾ ചിക്കുട്ടൻ അങ്ങനെ പിറന്നാളിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. പിറന്നാൾ ആഘോഷിക്കണം നിർബന്ധമില്ല, ആളിപ്പോൾ വലുതായില്ലേ. ആളേന് ഇപ്പോൾ 9ാം ക്ലാസ്സിലാട്ടോ. അപ്പോൾ കണ്ണിന് 3 വയസ്സായി. എത്ര പെട്ടെന്നല്ല വർഷങ്ങൾ കടന്നു പോകുന്നത്, ഓരോ ദിവസവും പെട്ടെന്നാണ് പോകുന്നത്. എനിക്കിപ്പോഴും ആ കുഞ്ഞ് കണ്ണനെയാണ് ഓർമ്മ വരുന്നത്, നിതിൻ കൃഷ്ണനാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഞാൻ ഡെലിവറി പ്രസവിച്ചപ്പാട് കണ്ട ആ ഒരു കുഞ്ഞിനാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. എത്ര വലുതായാലും നമ്മളെ പിള്ളേർ നമുക്കിപ്പോഴും ചെറുതല്ലേ. അമ്മ പണ്ടേ പറയും എന്നോട്, നിങ്ങൾ എത്ര വലുതായാലും നിങ്ങൾ നമുക്ക് കുഞ്ഞ് തന്നെയാണെന്ന് പറയും. അപ്പം ഞാൻ നമുക്ക് ഭ്രാന്ത് തന്നെ പറയും. ഇപ്പോൾ ഞാനൊരു അമ്മയതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നത്. എന്താ പറയുക, ഒരു അമ്മ എന്നുള്ളൊരു വികാരം വേറെ തന്നെയല്ലേ. അപ്പം ഞാൻ എന്തൊക്കെയോ ഇപ്പോൾ പറഞ്ഞ് കോളാക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടമാകുന്നുണ്ട്, കാരണം പെട്ടെന്ന് വലുതാകുന്നുണ്ടല്ലോ. ഇനി പണ്ടത്തെ പോലെ അവനെ ഓമനിപ്പിക്കാൻ പറ്റുമോ, അവൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയല്ല മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ട്. ഇനി കുറച്ച് വലുതായി ഞാൻ പറയുന്നത് എന്നെ മൈൻഡൊക്കെ ആക്കുമെന്നൊന്നും അറിയില്ല, നോക്കട്ടല്ലേ. അല്ല കണ്ണ ഇങ്ങോട്ട് വാ കണ്ണൻ്റെ കുത്തക്കെട്ട് ഞാൻ കാണിച്ചു തരാം. ഈശ്വരാ, എല്ലാരും കണ്ടോ കണ്ണൻ്റെ കുത്തക്കെട്? അതെന്തെടുത്തത്? അടി വെക്കടാ. ലിപ്സ്റ്റിക് ആക്കി ഓക്കെ. അപ്പോൾ ഇപ്പോൾ സമയം 8:15 കേട്ടോ. 8:15. പിന്നെ എന്താ പരിപാടി വെച്ചാൽ എന്നെ പല്ലൊക്കെ തേച്ചു കേട്ടോ. ഞാനും കണ്ണനും പല്ലൊക്കെ തേച്ചു. എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി അപ്പം കഴിക്കണം, അപ്പം നിന്നണം. പിന്നെ കണ്ണന് അതിന് മുമ്പ് നമുക്ക് ഡെക്കറേഷൻ പരിപാടി ഉണ്ട് കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ കൂടുതലും ബലൂൺസ് ഊതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 പൊട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലേട്ടൻ കൂടിയെങ്കിൽ ഒരു 5-6 മാത്രമേ രാവിലേട്ടൻ ഊതിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ഊതിയത്. എന്തായാലും ഞാൻ തന്നെ സമ്മതിക്കും, കാരണം ഞാൻ തന്നെയാണ് അത് ഊതിയത്. പിന്നെ ഇനി ഡെക്കറേഷൻ പരിപാടി ഉണ്ട്. ഇപ്പോൾ റൂമൊക്കെ ഇപ്പോൾ പൊട്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ണനിടം മെതിച്ചതാണ്, ഇവിടെ ഭയങ്കരമായിട്ട് മെതിച്ചിട്ടുണ്ട്. ഇനി കണ്ണനൊന്ന് പുറത്താക്കിയിട്ട് വേണം നമുക്ക് റൂമൊക്കെ വൃത്തിയാക്കാം. അതെല്ലാം ചായ കുടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കാരണം എനിക്കിപ്പോൾ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഇന്നലെ തൊണ്ടയിൽ ഇൻഫെക്ഷനായിട്ട് ഞാൻ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്നതാണ്. അപ്പോൾ ഗുളികയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഗുളിക തിന്നുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ വേഗം ഇന്നലെ ചായയെല്ലാം കുടിക്കണം. ചായ കുടിക്കുന്ന വെച്ചാൽ കുറച്ച് ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് മാത്രമേ കുടിക്കുന്നുള്ളൂ കേട്ടോ, കാരണം എനിക്ക് വായിക്ക് ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലും കഴിക്കണ്ടേ, കണ്ണനുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കില്ല. കണ്ണനായിരുന്നു നോക്കി അത്ര. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ ചായ കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഡെക്കറേഷൻ പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാ ബലൂൺസൊക്കെ ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മൗലവിന്ന് കാസർഗോഡ് മൗലവി നട മേടിച്ചത്. കുറേ എണ്ണം നമ്മളിങ്ങനെ ഓൺലൈനിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് നമ്മളെല്ലാം മൗലവി നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീമിലാണ് നമ്മൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൻ ഇതിനിടയിൽ കുഞ്ഞിപ്പുഴുവിനെ പോലെ കളിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനാണ്. ആൾ പൊട്ടിക്കുന്നില്ല, പക്ഷേ അതിനിടയിൽ കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിനടുത്ത് പോകണ്ടെന്ന് ആളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആൾ നമ്മൾ പറയുന്ന പോലെ അനുസരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രാഹുലേട്ടൻ്റെ കസിൻ നവീനാട്ടോ എനിക്ക് ഈ ഒരു ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. ആളാണ് ഇങ്ങനെ ബലൂൺസൊക്കെ കെട്ടി തന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ നല്ല ബിസി ആയിരുന്നു കേട്ടോ. കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. അപ്പോൾ ആളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആളുടെ വീഡിയോയിൽ എന്താ കാണിക്കാമെന്ന് വെച്ചാൽ ആൾ പറഞ്ഞിട്ടുണ്ട് എന്നെ വീഡിയോയിൽ നിന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോയിൽ വരട്ടെ എന്ന് വിചാരിച്ചു. ആൾക്ക് എന്തായാലും എപ്പോഴായാലും ഇങ്ങനെ വീഡിയോൻ്റെ മുന്നിൽ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാഹുലേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞു. രാഹുലേട്ടൻ ഞാനും കൂടി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിനിടയിൽ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സ്നിക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു അൺബോക്സിങ്. അങ്ങനത്തെ ഞാൻ വേഗം റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കണ്ണനെ റെഡിയാക്കണം. കണ്ണനെ ഓൾറെഡി കുളിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഡ്രസ്സ് എടുത്ത ആൾ എന്തായാലും അത് കൊളാക്കും. അതുകൊണ്ട് സമയമാകുമ്പോൾ റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി രാവിലെ റെഡിയാവും. അപ്പോൾ സിമ്പിളാട്ടോ, സിമ്പിൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പഴയ ഡ്രസ്സാണ്. പിന്നെ എൻ്റെ പിറന്നാളൊന്നുമല്ല, ഞങ്ങളുടെ ആഘോഷമൊന്നുമല്ല, കണ്ണൻ്റെ ആഘോഷമല്ലേ. അപ്പോൾ രാവിലേട്ടൻ പറഞ്ഞു കണ്ണനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ടൈമിൽ രാവിലേട്ടൻ പറഞ്ഞു നീയും ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എന്തിന് വെറുതെ പൈസ കളയുന്നത്, ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഡ്രസ്സൊന്നും ഇല്ലാത്ത സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ആഘോഷമൊന്നുമില്ലല്ലോ, നമ്മൾ മാത്രമേ ഇല്ലല്ലോ. അതേ മേക്കപ്പിനൊരു കുറവില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന മേക്കപ്പ് തന്നെയാണ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഇട്ടു, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഈസി ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേഗം പോയിട്ട് എനിക്ക് കണ്ണാൻ റെഡിയാക്കാം. അങ്ങനെ ഇത് നമ്മളെ കണ്ണപ്പനെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഈ കാണുന്നത് ആളുടെ കോമിക്കാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ ഭയങ്കര കോമിക്കായിരുന്നു. അത്ര സമയം സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ ഭയങ്കര കോമിക്കായിരുന്നു. ഇത് അമ്പാടി കേട്ടോ, കണ്ണൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ നെയ്ബറാണ്. ആൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ വരും കേട്ടോ. ഇപ്പോൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു കളിയുണ്ട്, ഭയങ്കര കളിയാണ്, സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളി. അപ്പോൾ അതേ അമ്പാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആൾക്ക് ഇങ്ങനെ കുഞ്ഞു പിള്ളേർ അരങ്ങുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടി. നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഡെക്കറേഷൻ്റെ ആ ഒരു ഭാഗം മിററായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചിക്കുട്ടനൊക്കെ വന്നപ്പോൾ ചിക്കുട്ടനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ആളാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫൈനലി നമ്മുടെ ഡെക്കറേഷൻ പരിപാടിക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് വന്നു കേട്ടോ. കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ളൊരു തീമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൂസ് ഹോം മെയ്ഡ് കേക്ക് എന്നാണ്. ബോയ്ക്കാനത്തെ രജനി ചേച്ചി നടത്തുന്ന ചിക്കൂസ് ഹോം മെയ്ഡ് കേക്ക് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ണൻ്റെ ഒന്നാം പിറന്നാളിൽ നമ്മൾ ആടെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാം പിറന്നാൾ നമ്മൾ ഫോറസ്റ്റ് തീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ആന, അതായത് എലിഫൻ്റ് തീമിലാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനൊരു മോഡൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു മോഡൽ അയച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അവർ ഇതേപോലെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്ക് മാത്രമല്ല കണ്ണന് ഭയങ്കര ഹാപ്പി ആയിട്ട്. കണ്ണനാണെങ്കിൽ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആന കേൾക്കുന്നൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോഡൽ കേക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അമ്പുകിന് കൊടുക്കണ്ട കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അല്ല നിങ്ങൾ രണ്ടാൾ നിൽക്കോ.
രണ്ടാമൂന്ന് മോനെ നോക്കി നോക്കി കൊടു കൊടു രണ്ടാക്കെ കൊടുക്ക് എന്റെ പാലിട്ട് കൊടുത്തായി കുറച്ച് മൂത്ത കാലം അടിച്ചോ അമ്മ ഒഴിയമ്മ അമ്മേ അവിടെ വെച്ച് കൈ വെച്ച അമ്മേ അമ്മേ അവിടെ കൈ വെക്കണം മുഖത്ത് കൈ വെച്ചായി കൈ വെച്ചായി ആ ഓക്കെ ഓക്കെ ഹലോ അമ്പാടി കൊടുക്കട്ടെ അമ്പാടിക്ക് ഒരു അങ്ങനെ കറക്റ്റ് ഇതാ അയ്യവാ സൂപ്പർ ആ ആയിട്ടാ ഒരു മിനിറ്റ് മോനെ അത് മറന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ ഒരാൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അത്ര ടൈം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പൊട്ടിക്കാം. കേക്കെല്ലാം മുറിച്ചു നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പൊട്ടിക്കാം. അപ്പൊ ഇതെല്ലാം ലീലാമ്മ തന്നാ കേട്ടോ. ഇതെല്ലാം എൻ്റെ അമ്മ തന്നാണ്. ഗിഫ്റ്റാണ്. എന്ത് ഗിഫ്റ്റാ പൊട്ടിച്ചോ? പൊട്ടിച്ചോ? എന്തിന് വലിയ പാന്റ്? ഇതിന് 5 വയസ്സുള്ള ടീഷർട്ട്. അടുത്തത് എന്താണ്? എടുക്ക്. മഞ്ഞക്കാറ്, യെല്ലോ കാറ്. അടുത്തത് ഒരു പപ്പ, കണ്ണനൊരു കുപ്പായം. ഇത് വലിയ കുപ്പായന്നെ, 5 വയസ്സുകളിൽ ഇടാല്ലേ? അല്ല, ഇതൊരു ഇപ്പോഴേ ഇടണമെന്നില്ല, 5 വയസ്സുകൾ ഇടാം. അടുത്തത് ഒരു ചെരുപ്പ്. ചെരുപ്പ്. അടുത്തത് അടുത്തത് കൊറേ ചോക്ലേറ്റ്. ചോക്ലേറ്റ് 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 കൊറേ ചോക്ലേറ്റ്. കോക്കനട്ട് ചോക്ലേറ്റ്. ഇതെല്ലാം കണ്ടിട്ട് അമ്മക്ക്. അടുത്തത് ആടിരിക്ക് കാണാ ആടിരിക്ക് അവര് എന്താണിത്? ഇത് മറ്റേ ഫ്രൂട്ട്സിന്റെ സെറ്റ്. മുന്തിരിങ്ങ, ഓറഞ്ച്. ഇത് പിന്നെ ഒരു കുഞ്ഞി ബാഗ്. ഒരു ബുക്ക് എല്ലാം ഉണ്ട്. ഇത് കണ്ണൻ നല്ലത്. ഓരോരോ പഠിക്കാനുള്ള. പിന്നെ അടുത്തത് ഒരു ബാഗ്, മിക്കി മൗസിന്റെ ബാഗ്. ഓ, ഇത് അംഗൻവാടി കൊണ്ടുപോയി. ഇതിനുള്ളിൽ കളർ. ഇവിടെ ചവറല്ല പോലെ. ഇതെന്തിനും പൊട്ടിച്ച്. അടുത്തൊരു കുപ്പി. ഇതിങ്ങനെ ഇതിങ്ങനെ സ്ട്രോ അല്ല, ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഷോർട്സൊക്കെ ഇടുന്ന ടൈമിൽ കുറേ പേര് പറയുന്നുണ്ട് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചില സമയത്ത് എനിക്ക് മടിയാവും. പിന്നെ ചില സമയത്ത് എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻറ്റ് കേട്ടോ, കാരണം പെട്ടെന്ന് തന്നെ സ്റ്റോറേജൊക്കെ ഫുള്ളാവും. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോറേജ് ഫുള്ളായി കാണുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളെപ്പോഴാണ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കും കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അങ്ങനെ അധികം എടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വേണു അവൻ്റെ വകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അച്ചാർ, കച്ചമ്പർ, പിന്നെ ഐസ്ക്രീം, പെപ്സി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പോയായിരുന്നു ഇത് നമ്മളെ വീട്ടിലേക്ക് സൂക്ഷിച്ചു വെക്കാനാണ്. അതാക്കണ്ട, രാവിലെ പയ്യത്ത് ഓള് വീടെടുക്കും. അപ്പോൾ നമ്മുടെ മോൾട്ടി ഇവിടെ കരിയാമ്പ് പറിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലത്തെ മിക്ക സാധനങ്ങളും കൊണ്ടുവന്ന മോൾട്ടിയാണ്. പിന്നെ ഇനി കുറെ സാധനം വേണമെന്ന് പറഞ്ഞു. നമ്മൾ പോയി പായിക്കാം. അവള് നേരത്തെ വന്നു കേട്ടോ, പക്ഷെ അപ്പൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിട്ടാ. അതുകൊണ്ട് തേങ്ങ ഇനി നമ്മൾ അടുത്ത ഉന്നം വെക്കുന്നത് തേങ്ങയാണ്. ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ലംബം നമ്മളെ ഇതുണ്ട്, തെങ്ങുണ്ട്, തേങ്ങയില്ല, ചേരിയുണ്ട്. തേങ്ങ നമ്മൾ ആ കുക്കുവിനോട് പറഞ്ഞു തേങ്ങ തരുമോ കുക്കുന്ന്. അപ്പൊ പറഞ്ഞു ആയി തരാം, എത്ര വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 50 ഇപ്പൊ ഇവിടെ നിന്നാ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ തെങ്ങുണ്ട്. തെങ്ങ് ചതിക്കണ്ട. അപ്പൊ പിള്ളേരെ കാണിക്കാം. മോൾട്ടി ഞങ്ങക്ക് ഫോട്ടോ അയച്ചെണ്ണം. ചാമ്പക്ക ഇല്ലാതെ വിട്ടോ, ഞാൻ പിടിച്ചാല് കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ അത് അതിനും കൊടുക്കണല്ലോ. അവഞ്ചിരിക്കുന്ന അവന് ഭയങ്കര ചിറ്റാനറികളൊരു കൈ